വിശദമായ വാർത്തകളിലേക്ക്. കേരള കോൺഗ്രസിലെ പ്രതിസന്ധി ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയിലും പരിഹരിക്കാനായില്ല. തങ്ങളുടെ ആവശ്യങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ടെന്നും ചർച്ച ചെയ്ത ശേഷം തീരുമാനം അറിയിക്കാമെന്ന് അവർ വ്യക്തമാക്കിയതായും കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി ജെ ജോസഫ് മുന്നണി വിടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രശ്നങ്ങൾ ഘടകകക്ഷികളുമായി കൂടി ചർച്ച ചെയ്ത് രമ്യമായി പരിഹരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവും വ്യക്തമാക്കി. തർക്കപരിഹാരത്തിനായി കോൺഗ്രസ് നേതൃത്വത്തിനു മുന്നിൽ പി ജെ ജോസഫ് ചില നിർദ്ദേശങ്ങൾ വെച്ചു. മാന്യമായി പിരിയുന്നതിനുള്ള അവസരമൊരുക്കണമെന്നതാണ് അതിൽ പ്രധാനം. ഇക്കാര്യം ഘടകകക്ഷികളുമായി കൂടി ആലോചിച്ച ശേഷം തീരുമാനം അറിയിക്കാമെന്നാണ് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളിയും ജോസഫിനെ അറിയിച്ചിട്ടുള്ളത്. മുന്നണി വിടുന്ന പ്രശ്നമില്ലെന്ന് പി ജെ ജോസഫ് വ്യക്തമാക്കി. കോട്ടയത്ത് UDF സ്ഥാനാർത്ഥി വിജയിച്ചില്ലെങ്കിൽ തങ്ങളെ കുറ്റപ്പെടുത്തരുതെന്നും ജോസഫ് കൂടിക്കാഴ്ചയിൽ പറഞ്ഞു. എന്നാൽ താൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നായിരുന്നു പി ജെ ജോസഫ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഞങ്ങൾ ഈ വിഷയങ്ങൾ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച ചെയ്തു, അതിൻ്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്തു. അവർ ആലോചിച്ചിട്ട് അതേ സംബന്ധിച്ചിട്ടുള്ള ഒരു നിലപാട് പറയാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. കോട്ടയത്ത് തോറ്റാൽ ഞങ്ങൾ അങ്ങനെ ഒരാളോട് ഞാൻ സംസാരിച്ചിട്ടില്ല. എല്ലാ സീറ്റും ജയിക്കുന്നതിനെ പറ്റി മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ. വ്യക്തിപരമായി പരിഹരിക്കുന്നതിന് കോൺഗ്രസ് നേതൃത്വം ഇടപെടണം, UDF നേതൃത്വം ഇടപെടണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ തീർച്ചയായിട്ടും അക്കാര്യങ്ങൾ ബന്ധപ്പെട്ട എല്ലാവരോടും കൂടി ആലോചിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയത്. പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങളാണിത്. ആ തീരുമാനങ്ങളിൽ ഉണ്ടായതിൽ അഭിപ്രായ വ്യത്യാസമാണ്. അത് ഞങ്ങൾ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നോക്കുകയാണ്. രാവിലെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമായും പ്രത്യേകം ചർച്ച ചെയ്ത ശേഷമാണ് പി ജെ ജോസഫ് മൂന്ന് നേതാക്കളെയും ഒന്നിച്ചു കണ്ടത്. ചർച്ചയിൽ മോൻസ് ജോസഫ് MLA യും മുൻ മന്ത്രി TU കുരുവിളയും പങ്കെടുത്തു. കേരള കോൺഗ്രസിലെ പ്രതിസന്ധി പല മണ്ഡലങ്ങളിലും UDFന്റെ ജയസാധ്യതയെപ്പോലും ബാധിക്കുമെന്നതിനാൽ ഏതു വിധേനയും പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോൺഗ്രസിന്റെ അനുനയ നീക്കങ്ങൾ തള്ളി ജോസ് കെ മാണി. പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിക്കില്ല. സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് ജനാധിപത്യ നടപടികൾ പാലിച്ചാണ്. UDF പ്രതിസന്ധിയിലേക്കും. തിരുവനന്തപുരത്ത് UDF നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ പി ജെ ജോസഫ് ചില ഉപാധികൾ കോൺഗ്രസ് നേതാക്കളുടെ മുന്നിൽ വെച്ചു. ഉപാധികളെക്കുറിച്ച് പിന്നീട് പ്രതികരിക്കാമെന്നറിയിച്ച ജോസ് കെ മാണി കോൺഗ്രസിന്റെ അനുനയ നീക്കങ്ങൾ തള്ളി. കോട്ടയം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ മാറ്റുന്ന പ്രശ്നമില്ലെന്ന് ജോസ് കെ മാണി വ്യക്തമാക്കി. സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് ജനാധിപത്യ നടപടിക്രമങ്ങളിലൂടെയാണെന്നും ഇതിന്റെ രേഖകളുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു. കേരള കോൺഗ്രസ് പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി അവിടെ എടുത്ത അഭിപ്രായങ്ങളും അതിനുശേഷം മുഴുവൻ ഘടകങ്ങളും എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ അംഗങ്ങൾ അതോടൊപ്പം തന്നെ അന്ന് അവിടെ ആവശ്യപ്പെട്ടതനുസരിച്ച് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ഘടകങ്ങൾ അവിടെയുള്ള നേതാക്കന്മാരുമായി ചർച്ച ചെയ്ത് വളരെ ജനാധിപത്യപരമായി എടുത്ത തീരുമാനമാണ്. ഇതെല്ലാം ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും മിക്കവാറും ഉള്ളവരെല്ലാം സൈൻ ചെയ്ത് ഡോക്യുമെന്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പലരും ചില കള്ളപ്രചരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതൊക്കെ നടത്തിക്കോട്ടെ, മുഴുവൻ ഡോക്യുമെന്റഡ് ആണ്. അപ്പോൾ അതിനകത്ത് അത് വെച്ചിട്ട് സ്ഥാനാർത്ഥി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. കൈവശമുള്ള സീറ്റിൽ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള അവകാശം കവർന്നെടുത്ത കോൺഗ്രസിനോട് വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ്. തോമസ് ചാഴിക്കാടനാകട്ടെ KM മാണിയുടെ നിർദ്ദേശമനുസരിച്ച് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ജോസ് കെ മാണിയെ തള്ളി യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിൽ. പാർട്ടി വർക്കിംഗ് ചെയർമാൻ പി ജെ ജോസഫ് മത്സരിക്കേണ്ടെന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ആരും പറഞ്ഞിട്ടില്ല. പി ജെ ജോസഫിന് സീറ്റ് നൽകണമായിരുന്നുവെന്ന് സജി മഞ്ഞക്കടമ്പൻ. എന്ത് വിട്ടുവീഴ്ച ചെയ്തും പാർട്ടിയിൽ ഭിന്നത ഒഴിവാക്കണമായിരുന്നു. KM മാണി ജോസഫിന് സീറ്റ് നൽകണമെന്ന് ആഗ്രഹിച്ചു. ചിലർ ചേർന്ന് അത് അട്ടിമറിച്ചുവെന്നും സജി മഞ്ഞക്കടമ്പിൽ കോട്ടയത്ത് പറഞ്ഞു. ജോസഫ് സാർ മത്സരിക്കേണ്ടെന്ന് ആരും പറഞ്ഞില്ല. പിന്നെ ആരാ പറഞ്ഞു? MLA-മാരായ ആളുകൾ മത്സരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് അഭിപ്രായം മാത്രം പറഞ്ഞു. അല്ലാതെ മത്സരിക്കേണ്ടെന്ന് പറഞ്ഞില്ല. അവർ പറഞ്ഞു, പാർട്ടി ചെയർമാനും പറഞ്ഞു, വർക്കിംഗ് ചെയർമാൻ ഡെപ്യൂട്ടി ചെയർമാനും പറഞ്ഞു. ഇവിടെ അങ്ങനെയുള്ള ചർച്ചകളൊന്നുമില്ല. ഇത് ചർച്ചയ്ക്ക് വേണ്ടിയല്ല. പാർട്ടി ചെയർമാനെ ചുമതലപ്പെടുത്തിയ സ്ഥിതിക്ക് ഇവിടെ ഈ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ചർച്ചകളില്ല. അങ്ങനെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അത് പാർട്ടി ചെയർമാൻ യുക്തമായ തീരുമാനം എടുക്കും എന്ന് പറഞ്ഞു അവസാനിക്കുന്നത്. ആത്മാഭിമാനമുള്ള പി ജെ ജോസഫിന് കേരള കോൺഗ്രസ് ML തുടരാനാകില്ലെന്നും ജോസഫ് പാർട്ടി വിട്ട് പുറത്തുവരണമെന്നും ജനാധിപത്യ കേരള കോൺഗ്രസ് ചെയർമാൻ ഫ്രാൻസിസ് ജോർജ്. ജോസഫിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം പുറത്തു വന്നാൽ കേരള കോൺഗ്രസ് പുനരുജ്ജീവിപ്പിച്ച് ഉചിതമായ സ്ഥാനം നൽകുമെന്നും ഫ്രാൻസിസ് ജോർജ് ഇടുക്കിയിൽ പറഞ്ഞു. അദ്ദേഹത്തിന് ഇനി എങ്ങനെയാണ് ആ പാർട്ടിയിൽ തുടരാൻ കഴിയുക? ആത്മാഭിമാനത്തോടു കൂടി അദ്ദേഹത്തിന് ആ പാർട്ടിയിൽ തുടരാൻ കഴിയുക. അപ്പൊ അദ്ദേഹം പുറത്തു വരണമെന്ന് തന്നെയാണ് ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത്. തീരുമാനം അദ്ദേഹത്തിൻ്റെതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയായിട്ടുള്ള ജനാധിപത്യ കേരള കോൺഗ്രസ് പറയുന്നു, ജോസഫ് സാറ് കേരള കോൺഗ്രസ് വിട്ട് പുറത്തു വന്നാൽ അതുപോലെ തന്നെ സ്വാഭാവികമായും UDF വിട്ടും അദ്ദേഹം വരണമല്ലോ. അങ്ങനെ വന്നാൽ
ഞങ്ങൾ അദ്ദേഹവുമായി സഹകരിക്കുമെന്ന് പറയുമ്പോൾ ഞങ്ങൾ മുൻകൈ എടുക്കാനുള്ള ആ വിഷയത്തിൽ ഉറച്ച നിലപാട് എടുക്കണം. അദ്ദേഹത്തിന്റെ ഒരു രീതി വെച്ച് അദ്ദേഹം ഒരു ഉറച്ച നിലപാടിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കോട്ടയത്തെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാനാവില്ലെന്ന് കാഞ്ഞിരപ്പള്ളി MLA M. ജയരാജ്. പാർട്ടി യോജിച്ചാണ് തോമസ് ചാഴിക്കാടനെ സ്ഥാനാർത്ഥിയാക്കിയത്. മാണിക്കായിരുന്നു സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ചുമതല. അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതെന്നും കേരള കോൺഗ്രസ് പിളരില്ലെന്നും ജയരാജ് വ്യക്തമാക്കി. സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ കേരള കോൺഗ്രസിന്റെ ഔദ്യോഗികമായി എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷം പിന്നീട് പിൻവലിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായി അപ്രായോഗികമായൊരു കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. പാർട്ടി ചെയർമാൻ എന്ന നിലയിൽ മാണി സാറിനെ ചുമതലപ്പെടുത്തി മാണി സാറെ ആ മേഖലയിലുള്ള പാർട്ടി പ്രവർത്തകരെയും നേതാക്കന്മാരെയും എല്ലാം വിളിച്ച് സംസാരിച്ച് ആളുകളുടെ കൂടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം തീരുമാനമെടുത്തത്. ക്ഷേത്രങ്ങളെയോ മറ്റ് ആരാധനാലയങ്ങളെയോ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ ഇലക്ഷൻ പ്രചരണത്തിന് ഉപയോഗിക്കരുതെന്ന് ആവർത്തിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഇക്കാര്യം രാഷ്ട്രീയ നേതാക്കളെ അറിയിച്ചതായും നിയമവിരുദ്ധമായി പ്രവർത്തിച്ചാൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും ടിക്കാറാം മീണ വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ യോഗത്തിലെത്തിയപ്പോഴേ BJP നേതാക്കൾ നിസ്സാര കാരണം പറഞ്ഞ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറോട് തട്ടിക്കയറുകയായിരുന്നു. ഹാളിൽ ഇരിക്കാൻ സ്ഥലമില്ല എന്നതായിരുന്നു കാരണം. ഉള്ള പരിമിതിയിൽ ഇരിക്കണമെന്നാവശ്യപ്പെട്ടതോടെ BJP നേതാക്കൾ അടങ്ങി. യോഗത്തിനു ശേഷം പുറത്തുവന്ന BJP സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻപിള്ള പറഞ്ഞത് ശബരിമല വിഷയം മുൻനിർത്തി പ്രചരണം നടത്തുന്നതിന് യോഗത്തിൽ അനുമതി നൽകിയെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തോട് ക്ലാരിഫിക്കേഷൻ അതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിൻ്റെ കോടതി വിധികളും എല്ലാം അവിടെ ഉദ്ധരിക്കാൻ സാധിച്ചു. ആ നിലയ്ക്ക് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ ഒരു പ്രചരണത്തെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായും ശരിയല്ല. ശബരിമല ലൈവ് ഇഷ്യൂ ആയി പറയാം. അതുകൊണ്ട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് ഈ പടി ഇറങ്ങി വരുന്നത്. എന്നാൽ ക്ഷേത്രങ്ങളെയോ മറ്റ് ആരാധനാലയങ്ങളെയോ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ ഇലക്ഷൻ പ്രചരണത്തിന് ഉപയോഗിക്കരുതെന്ന് കൃത്യമായി രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ പറഞ്ഞു. ശബരിമലയെക്കുറിച്ച് പ്രചരണം നടത്താം, എന്നാൽ അയ്യപ്പന്റെ പേര് ഉപയോഗിക്കരുത്. പ്രചരണത്തിന്റെ പേരിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായാലോ പരാതി ലഭിച്ചാലോ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. I have already said nothing to add, nothing to subtract. This is what is said. Sabarimala is also a temple. If somebody is using temple for soliciting name of the temple or mosque in the name of and soliciting the vote, that is clear violation under point number 6. ബാക്കി ഇഷ്യൂസ് ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട്. മതപരമായ ചിഹ്നങ്ങളോ ചിത്രങ്ങളോ മതവിദ്വേഷം വരുത്തുന്ന ആശയങ്ങളോ LDF പ്രചരണത്തിന് ഉപയോഗിക്കില്ലെന്നും കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടിയായിരിക്കും പ്രചരണായുധമെന്നും യോഗത്തിനു ശേഷം LDF നേതാവ് ആനന്ദലവട്ടമാനന്ദൻ പറഞ്ഞു. ശബരിമല എന്നുള്ള പദം എവിടെയെങ്കിലും ഉപയോഗിക്കുന്നതെന്ന് ഞങ്ങളാരുവതല്ല. ശബരിമലയോ വേറെ ഏതെങ്കിലും, പക്ഷേ വിശ്വാസത്തെയും ദൈവത്തെയും അമ്പലങ്ങളെയും ആരാധിച്ച് വോട്ട് പിടിക്കുന്ന സമ്പ്രദായം ശരിയല്ലെന്നാണ് പറഞ്ഞത്. റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. SNDP യോഗം തെരഞ്ഞെടുപ്പിൽ ശരിദൂര നിലപാട് സ്വീകരിക്കും. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനേതാണ് നിലപാട്. SNDP യോഗം ഭാരവാഹികൾ മത്സരിക്കണമെങ്കിൽ സ്ഥാനം രാജിവെച്ചിട്ട് മത്സരിക്കുന്നതാണ് അഭികാമ്യമെന്നും അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു. ഈഴവ സമുദായത്തെ കോൺഗ്രസ് തകർത്തു. തുഷാർ മത്സരിക്കുന്നതിനെക്കുറിച്ച് അറിയില്ല. തുഷാറിന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങില്ല എന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. തുഷാർ മത്സരിക്കുന്നതിനെക്കുറിച്ച് അറിയില്ല. തുഷാറിന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങില്ലെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. SNDP യോഗം ഭാരവാഹിയായി ഞാൻ പോലും നിൽക്കണമെങ്കിൽ പോലും അതിൽ നിന്ന് ആ ഔദ്യോഗിക സ്ഥാനം അവർ നിൽക്കുമ്പോൾ കഴിയുന്നതും ആ ഭാരവാഹിത്വം രാജിവെച്ചിട്ട് നിൽക്കുന്നതാണ് അഭികാമ്യമെന്ന് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിച്ചാൽ പരാജയപ്പെടുമെന്നും അടൂർ പ്രകാശിന് പിന്തുണയില്ലെന്നും അടൂർ പ്രകാശിനോട് സഹതാപമാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ആലപ്പുഴയിൽ ആരിഫ് ജയിക്കുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഈ അയ്യാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാല്ല, വേണുഗോപാൽ അവിടെ നിന്ന് 6 നില പൊട്ടിത്തെറിച്ചു പോകും. കാരണം കോൺഗ്രസിന് ഇനി അങ്ങോട്ട് വരണ്ട. ഇവരെല്ലാം ജോലി എന്താണ്? ഈഴവ സമുദായത്തെയും ഈഴവ സമുദായ നേതാക്കന്മാരെയും എതിർക്കുക എന്നുള്ളതാണ് അവിടുത്തെ കോൺഗ്രസുകാരുടെ നിത്യത്തൊഴിൽ. തിരുവനന്തപുരത്ത് ത്രികോണ മത്സരമാണ്. ഇടത്തട്ടുകാർക്കും താഴെത്തട്ടുകാർക്കും ഇടയിൽ തരൂരിന് പിന്തുണ കുറവാണ്. ആർക്കും മോശം അഭിപ്രായമില്ല. അപ്പർ ക്ലാസിൽ തരൂരിന് പിന്തുണയുണ്ടെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.
തൃശൂർ കോൺഗ്രസിൽ കലാപം രൂക്ഷം. കോൺഗ്രസ് മാള കുഴൂർ മണ്ഡലം പ്രസിഡന്റ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ചു. കുഴൂർ മണ്ഡലം പ്രസിഡന്റ് MA ജോജോ ആണ് രാജിവെച്ചത്. സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ കടുത്ത വിഭാഗീയത നിലനിൽക്കെയാണ് നേതാക്കളുടെ രാജി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കെ ബാബുവിന് തിരിച്ചടി. ബാബു വിചാരണ നേരിടണമെന്ന് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഉത്തരവിട്ടു. കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കെ ബാബു സമർപ്പിച്ച വിടുതൽ ഹർജി വിജിലൻസ് കോടതി തള്ളുകയും ചെയ്തു. അഴിമതി നിരോധന നിയമപ്രകാരം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്നായിരുന്നു കെ ബാബുവിനെതിരെയുള്ള കുറ്റപത്രം. ഇത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് കെ ബാബു മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയെ സമീപിച്ചിരുന്നത്. 25,82,069 രൂപയുടെ അധിക സമ്പാദ്യമുണ്ടെന്നായിരുന്നു കണ്ടെത്തിയത്. മന്ത്രിയും MLA-യും ആയിരുന്ന കാലത്ത് 49.45% അധിക സ്വത്ത് സമ്പാദിച്ചുവെന്നും വിജിലൻസ് കണ്ടെത്തിയിരുന്നു. 49.45%-ൽ 6% വരുമാനം കണക്കാക്കേണ്ടതില്ലെന്ന് വിജിലൻസ് കോടതിയുടെ ഉത്തരവിലുണ്ട്. ശേഷിക്കുന്ന 43% അധിക സ്വത്തുണ്ടെന്ന വിജിലൻസിന്റെ വാദം തള്ളിക്കളയാനാവില്ലെന്ന് വിടുതൽ ഹർജി തള്ളിക്കൊണ്ട് കോടതി വ്യക്തമാക്കി. തനിക്ക് യാത്രാ ചെലവും മറ്റുമായി ലഭിച്ച 40 ലക്ഷം രൂപയോളം വരുമാനത്തിൽ കണക്കാക്കിയില്ലെന്നായിരുന്നു കെ ബാബുവിന്റെ വാദം. അനധികൃത സ്വത്തില്ലെങ്കിൽ വിചാരണയിലൂടെ പ്രതിക്ക് അക്കാര്യം തെളിയിക്കാമെന്നും കോടതി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി മുൻ ഇൻകം ടാക്സ് കമ്മീഷണർ R. മോഹനനെ നിയമിക്കാൻ തീരുമാനിച്ചു. ഇന്ത്യൻ റവന്യൂ സർവീസിൽ ചേരുന്നതിന് മുമ്പ് റിസർവ് ബാങ്കിൽ ഓഫീസറായിരുന്നു. കോയമ്പത്തൂരിൽ ഇൻകം ടാക്സ് കമ്മീഷണറായിരിക്കെ സ്വയം വിരമിച്ചു. അതിനുശേഷം തിരുവനന്തപുരം ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷനിൽ സീനിയർ കൺസൾട്ടന്റും CDS-ൽ വിസിറ്റിംഗ് ഫെലോയുമാണ്. മുൻ ചീഫ് സെക്രട്ടറി നളിനി നെറ്റോയുടെ സഹോദരൻ കൂടിയാണ്. നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡിന് പകർപ്പ് ആവശ്യപ്പെട്ട് ദിലീപ് സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നത് സുപ്രീംകോടതി ഏപ്രിൽ 3-ലേക്ക് മാറ്റി. വാദം പറയാൻ കൂടുതൽ സമയം വേണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം സുപ്രീംകോടതി അംഗീകരിക്കുകയായിരുന്നു. ഏപ്രിൽ 3-ന് പരിഗണിക്കണമെന്ന ദിലീപിന്റെ അഭിഭാഷകൻ മുകുൾ റോത്തഗിയുടെ അഭ്യർത്ഥന ജസ്റ്റിസ് AM ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ച് അംഗീകരിച്ചു. മെമ്മറി കാർഡ് രേഖയാണോ തൊണ്ടി മുതലാണോ എന്നതാണ് കോടതി പ്രധാനമായും പരിശോധിക്കുന്നത്. രേഖയാണെന്നും പ്രതിയെന്ന നിലയിൽ പകർപ്പ് ലഭിക്കാൻ അർഹതയുണ്ടെന്നുമാണ് ദിലീപിന്റെ വാദം. ആക്രമണ ദൃശ്യങ്ങൾ നടന്റെ കൈവശമെത്തിയാൽ നടിക്ക് കോടതിയിൽ സ്വതന്ത്രമായി മൊഴി നൽകാനാവില്ലെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്തുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കരമനയിൽ നിന്നും ഇന്നലെ പട്ടാപ്പകൽ തട്ടിക്കൊണ്ടുപോയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കരമന കൈമനത്തിനടുത്തുള്ള ബൈക്ക് ഷോറൂമിന് സമീപത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊഞ്ചരവിള സ്വദേശി അനന്തു ഗിരീഷിനെയാണ് തട്ടിക്കൊണ്ടുപോയതിന് അടുത്ത ദിവസം മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. അനന്തുവിനെ ഇന്നലെ വൈകിട്ടോടെയാണ് കരമനയ്ക്കടുത്ത് തളിയിൽ നിന്നും അക്രമി സംഘം കടത്തിക്കൊണ്ടുപോയത്. ബൈക്കിൽ കരമന ഭാഗത്തേക്ക് വരികയായിരുന്ന അനന്തുവിനെ കാറിലെത്തിയ 2-അംഗ സംഘമാണ് കടത്തിക്കൊണ്ടുപോയതെന്നാണ് വിവരം. പരാതിയുടെ അടിസ്ഥാനത്തിൽ കരമനയിലെ CCTV ക്യാമറകൾ പരിശോധിച്ച പോലീസ് അനന്തുവിനെ തട്ടിക്കൊണ്ടുപോയ കാർ തിരിച്ചറിഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം കൊഞ്ചരവിളയിൽ നടന്ന ഉത്സവത്തിനിടെ അനന്തുവിന്റെ സുഹൃത്തുക്കളും മറ്റൊരു സംഘവുമായി സംഘർഷമുണ്ടായിരുന്നു. ഇതിന് പ്രതികാരമായാണ് അനന്തുവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് നിഗമനം. കെവിൻ കേസിൽ കോടതി കുറ്റപത്രം അംഗീകരിച്ചു. ദുരഭിമാന കൊലയെന്ന കുറ്റപത്രത്തിൽ കേസിൽ ആകെയുള്ളത് 14 പ്രതികൾ. കൊലക്കുറ്റം ഉൾപ്പെടെ 10 വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. കോടതി വിചാരണ തീയതി 20-ന് തീരുമാനിക്കും. സഭാ തർക്കം നിലനിൽക്കുന്ന കട്ടച്ചിറ പള്ളിയിൽ ഓർത്തഡോക്സ് പക്ഷത്തിന് പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതി ഉത്തരവ്. 34-ലെ ഭരണഘടനാ പ്രകാരം ഓർത്തഡോക്സ് പക്ഷ വികാരിക്കാണ് പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടത്താൻ നിയമപരമായ അവകാശമെന്നും അത് തടസ്സപ്പെടുത്താൻ പാടില്ലെന്നും ഉത്തരവിലുണ്ട്. സംസ്കാര ചടങ്ങുകളുടെ കാര്യത്തിൽ തർക്കമുണ്ടെങ്കിൽ പള്ളിക്ക് പുറത്ത് ശുശ്രൂഷകൾ നടത്തിയ ശേഷം സെമിത്തേരിയിൽ സംസ്കരിക്കാം. സഭാ തർക്കത്തിൽ അനുരഞ്ജനവുമായി സർക്കാരിന് മുന്നോട്ടു പോകാമെന്നും കോടതി വ്യക്തമാക്കി. കട്ടച്ചിറ, വരിക്കോലി, സെന്റ് മേരീസ് പള്ളികളിൽ ആരാധനയ്ക്ക് പോലീസ് സംരക്ഷണം തേടി ഓർത്തഡോക്സ് പക്ഷം സമർപ്പിച്ച ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഉത്തരവ്. സെമിത്തേരി ഇടവക അംഗങ്ങളുടെ സ്വത്താണെന്നും സംസ്കാരം ഇടവക അംഗത്തിന്റെ അവകാശമാണെന്നും കോടതി വ്യക്തമാക്കി. നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് ദിലീപ് സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നത് സുപ്രീംകോടതി ഏപ്രിൽ 3-ലേക്ക് മാറ്റി. വാദം പറയാൻ കൂടുതൽ സമയം വേണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം സുപ്രീംകോടതി അംഗീകരിക്കുകയായിരുന്നു. ഏപ്രിൽ 3-ന് പരിഗണിക്കണമെന്ന ദിലീപിന്റെ അഭിഭാഷകൻ മുകുൾ റോത്തഗിയുടെ അഭ്യർത്ഥന ജസ്റ്റിസ് AM ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ച് അംഗീകരിച്ചു. മെമ്മറി കാർഡ് രേഖയാണോ തൊണ്ടിമുതലാണോ എന്നതാണ് കോടതി പ്രധാനമായും പരിശോധിക്കുന്നത്.
അധികാരത്തിലെത്തിയാൽ സർക്കാർ ജോലികളിൽ 33% സ്ത്രീ സംവരണം കൊണ്ടുവരുമെന്ന് കോൺഗ്രസ്. ഇപ്പോൾ അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളിൽ സംവരണം നടപ്പിലാക്കാൻ പരിശ്രമം നടത്തും. കാർഷിക, ചെറുകിട, അസംഘടിത മേഖലകളിലായി പ്രതിവർഷം 120 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. യുവജനങ്ങൾക്ക് തൊഴിൽ നൽകാത്ത ബിജെപിക്ക് രാജ്യം വോട്ട് നൽകില്ലെന്നും കോൺഗ്രസ് നേതാവ് രൺദീപ് സിംഗ് സുർജേവാല പറഞ്ഞു. ദൂരദർശന്റെ അവതരണ സംഗീതത്തിനോടൊപ്പം ടിക്ടോക്കിൽ ബ്രേക്ക് ഡാൻസ് അവതരിപ്പിച്ച യുവാവിനെ അഭിനന്ദിച്ചുകൊണ്ട് ദൂരദർശൻ അധികൃതരും. നിലച്ചിരിക്കാതെ കൈവന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസിന്റെ ത്രില്ലിലാണ് ഈ മുംബൈ മലയാളി യുവാവ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥിയായ വൈശാഖ് നായർ ഒരു നേരംപോക്കിനായി ടിക്ടോക്കിൽ ചെയ്ത വീഡിയോയാണ് ഇന്ന് രാജ്യമാകെ തരംഗമായി മാറിയത്. ദൂരദർശനിലെ ഏറെ പോപ്പുലറായ ആ അവതരണ സംഗീതത്തിന് പുതുജീവൻ നൽകിയിരിക്കുകയാണ് ഈ മലയാളി യുവാവ്. സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല ദേശീയ ചാനലുകളും പയ്യൻസിന്റെ ദൂരദർശൻ സംഗീതത്തിനോടൊപ്പമുള്ള നൃത്തചലനങ്ങൾ ആഘോഷിക്കുകയാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത് വളരെ സർപ്രൈസ് ആയിരുന്നു. പിന്നെ 2 ദിവസം ഉറങ്ങിയില്ല, ഞാൻ ശരിക്കും ഉറങ്ങാൻ പറ്റില്ല എന്താ നടക്കുന്നത്. കാരണം ഇന്ത്യയിലെ എത്ര ചാനൽസ്, ന്യൂസ് ചാനൽസ് ഉണ്ടോ, NDTV മോഡൽ, ഇന്ത്യ ടുഡേ. വിരാറിൽ താമസിക്കുന്ന വൈശാഖ് നായർ എന്ന ചെറുപ്പക്കാരനാണ് വിസ്മയിപ്പിക്കുന്ന കൃത്യതയും ശരീരചലനങ്ങളുമായി കാണികളെ അമ്പരപ്പിക്കുന്നത്. ടിക്ടോക്ക് യൂസ് ചെയ്യുമ്പം വളരെ ഫേസ് എക്സ്പ്രഷൻ ഉള്ള ഒത്തിരി വീഡിയോ വൈറലായിരുന്നു. അപ്പൊ അവര് ഇത് ഫേസ് കൊണ്ട് ഇതാക്കപ്പോൾ ഞാൻ വിചാരിച്ചു ഫുൾ ബോഡി തന്നെ നമുക്ക് ഇത് ചെയ്യാം. അങ്ങനെ ഞാൻ അതോട്ട് പോയെ ഡാൻസ് മൂവ്സ്. അതിൽ പിന്നെ എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ ട്യൂൺ പിടിക്കാൻ, ഇങ്ങനെ ഹാർഡ് ട്യൂൺസിൽ ക്യാച്ച് ചെയ്യാനുള്ള, അതെനിക്ക് ഒത്തിരി ഇഷ്ടം. തങ്ങളുടെ അവതരണകാലത്തിന്റെ ഈ നൂതനാവിഷ്കാരം ദൂരദർശന്റെ വിദൂര സ്വപ്നങ്ങളിൽ പോലും ഉണ്ടാകാനിടയില്ലെന്ന സ്റ്റാറ്റസോടെയാണ് വീഡിയോ ട്വിറ്ററിൽ ആരോ പങ്കുവച്ചത്. ഇത് സീരിയസ് ആയിട്ട് കൊണ്ടുപോകണം. കാരണം ഇപ്പൊ ഞാൻ വിചാരിക്കുന്ന ഇനി ഇങ്ങനത്തെ ദൂരദർശൻ മാതിരി എല്ലാം പഴയ നമ്മുടെ ഓർമ്മകൾ ഇതാക്കുന്ന ട്യൂൺസ് ഒക്കെ എടുത്ത് അതിൽ കളിക്കുന്ന, അപ്പം ഏത് ചാനൽസിന്റെ ഉണ്ടോ ചാനൽസിന്റെ ട്യൂണിൽ ഡാൻസ് കളിക്കുന്ന, അങ്ങനെ പണ്ടത്തെ സോങ്സിലെല്ലാം ഡാൻസ് കളിക്കുന്ന ഇപ്പം താല്പര്യം. എന്തായാലും നിലച്ചിരിക്കാതെ ലഭിച്ച സെലിബ്രിറ്റി സ്റ്റാറ്റസിന്റെ സന്തോഷത്തിലാണ് വൈശാഖ്. മുംബൈയിൽ ബാലകൃഷ്ണൻ സീമ ദമ്പതികളുടെ ഏക മകനാണ് ഈ കൊച്ചു മിടുക്കൻ. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. ഒരു ദശകത്തിലേറെയായി സ്റ്റീൽ ഡോർസ് നിർമ്മാതാക്കളായ ക്യുറാസ് ഡോർസിന്റെ 140ാം ഷോറൂം കോഴിക്കോട് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. കോഴിക്കോട് മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. MD സലീം, പാർട്ണർ ബാബുരാജ്, മലബാർ സോണൽ മാനേജർ അഞ്ജന എന്നിവരും പങ്കെടുത്തു.